നൈഫ് പ്ലീറ്റ് നമ്മൾ സ്കേർട്ടിലൊക്കെ കാണുന്ന ഒരേ ഡയറക്ഷനിലേക്ക് റിപ്പീറ്റഡ് ആയി വരുന്നതാണ് നൈഫ് പ്ലീറ്റ്സ്. ഇതിനു വേണ്ടി ഞാൻ ജസ്റ്റ് മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 10 ഇഞ്ച് രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്ത് സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പീസിലാണ് നമ്മൾ നൈഫ് പ്ലീറ്റ് ചെയ്ത് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഓരോ ഇഞ്ചസ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള പ്ലീറ്റ്സ് യൂണിഫോം ആയിട്ട് കിട്ടാൻ വേണ്ടി ഓരോ ഇഞ്ചസിലും ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ ത്രൂ ഔട്ട്. അതായത് ആ യൂണിഫോം ആയിട്ടുള്ള പ്ലീറ്റാണ് അതിൻ്റെ ഭംഗി. നമ്മുടെ ആ ഫുൾ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് മെഷീനിൽ വെച്ചിട്ട് 1 2 3 4 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1 പിടിച്ചു കഴിഞ്ഞാൽ 2 ഉള്ളിലേക്ക് പോവാണ്. 1 എടുത്ത് നമ്മൾ 3യിലേക്ക് വെക്കുക. അതായത് ആ ഒരു 1 ഇഞ്ച് ഉള്ളിലേക്ക് പോകും. ഒരു മാർക്കിംഗ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ എത്തിക്കഴിയുമ്പോൾ അടുത്തത് വീണ്ടും നമ്മൾ പിടിക്കുന്നു. ഒരു 1 ഇഞ്ചിൻ്റെ മാർക്കിംഗ് ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഒന്നിടവിട്ട് ആ 4 ആണെങ്കിൽ ആ 6ലേക്ക് മാർക്കിംഗ് വെക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ, അതായത് നമ്മൾ പുറത്ത് വെക്കുന്ന ഒരു 1 ഇഞ്ചാണ് പ്ലീറ്റിൻ്റെ സൈസ്, അത്രയും സൈസ് തന്നെ ഉള്ളിലേക്കും പോകണം. അതാണ് ആക്ച്വലി നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ തവണ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ത്രൂ ഔട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് ഒരു 1 ഇഞ്ചിൽ പിടിക്കുക. നെക്സ്റ്റ് പോയിന്റിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നേരെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നൈഫ് പ്ലീറ്റ് കിട്ടും. യൂണിഫോംസിലും ഫ്രോക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലീറ്റാണ് നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്രയാണോ വേസ്റ്റ് വേണ്ടത് അതിൻ്റെ ഇൻറ്റു 3 ആണ് നമ്മൾ ഫുൾ ഫാബ്രിക് എടുക്കുക. മെഷർമെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ നൈഫ് പ്ലീറ്റിൻ്റെ ടെക്നിക്കാണൊന്ന് പഠിച്ചിരിക്കുന്നത്. ശരിക്കും 1 ഇഞ്ച് പ്ലീറ്റ് വരുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് അതിൻ്റെ ഉള്ളിലേക്കും പോയിട്ടുണ്ടാവണം. നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു ടെക്നിക്കാണ് നൈഫ് പ്ലീറ്റ് ടെക്നിക്ക്. ഇതിനൊരു ബാൻഡ് വെച്ച് നമുക്ക് സ്കേർട്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രോക്കിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം.